ഹായ് ഫ്രണ്ട്സ്, ഇടിമിന്നൽ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ചില കാരണങ്ങളാൽ മേഘങ്ങളിലും ഭൗമോപരിതലത്തിലും വൻതോതിൽ വൈദ്യുത ചാർജ് സംഭരിക്കപ്പെടാറുണ്ട്. ഇങ്ങനെ മേഘങ്ങളിൽ സംഭരിക്കപ്പെടുന്ന പോസിറ്റീവ്, നെഗറ്റീവ് ചാർജുകൾ തമ്മിലും മേഘങ്ങളിലും ഭൗമോപരിതലത്തിലും സംഭരിക്കപ്പെടുന്ന ചാർജുകൾ തമ്മിലും ആകർഷിക്കപ്പെട്ട് അന്തരീക്ഷത്തിലൂടെ അത്യധികമായ വൈദ്യുതി പ്രവാഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രവാഹം വായുവിനെ ചുട്ടുപഴുപ്പിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അഗ്നിസ്ഫുലിംഗങ്ങളാണ് മിന്നലുകൾ. തന്മൂലമുണ്ടാകുന്ന ശബ്ദമാണ് ഇടി. മിന്നലും ഇടിയും ഏതാണ്ട് ഒരുമിച്ചാണ് ഉണ്ടാവുന്നത്. പക്ഷേ പ്രകാശവേഗത വളരെ കൂടുതലായതിനാൽ നാം ആദ്യം മിന്നൽ വെളിച്ചം കാണുന്നു, പിന്നെ ഇടിയുടെ ശബ്ദം കേൾക്കുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓരോ സെക്കൻഡിലും ശരാശരി 100 എന്ന കണക്കിന് മിന്നലുകൾ ഉണ്ടാവുന്നുണ്ട്, അഥവാ ദിവസേന 80 ലക്ഷം മിന്നലുകൾ. കരയിലും കടലിലുമൊക്കെ മിന്നലുകൾ ഉണ്ടാവുന്നു. എന്നാൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നാശം വിതയ്ക്കുന്ന ഇടിമിന്നലുകൾ കുറവാണ്. മിന്നൽ കൊണ്ട് നമുക്ക് പ്രയോജനവുമുണ്ട്. അന്തരീക്ഷത്തിലെ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പാകത്തിന് നൈട്രേറ്റുകളായി പ്രവർത്തിക്കുന്നതിൽ മിന്നലിന് വലിയ പങ്കുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ വീഡിയോയിൽ കാണാം. ബൈ.